നോമ്പ് തുറക്കുന്ന സമയത്തുണ്ടല്ലോ ദാഹവും വിശപ്പൊക്കെ ഒരുപോലെ മാറുന്ന ഒരു ഡ്രിങ്കിന്റെ റെസിപ്പി ആട്ടോ. നമ്മൾ ഈ തരിക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്ക് ഉണ്ടാക്കിയാൽ മതി. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പാല് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അരക്കപ്പ് പഞ്ചസാര. മധുരം നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു നല്ലൊരു അത്യാവശ്യത്തിനുള്ള മധുരം ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിലൊരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുത്താലും മതി. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുറുകി വരും. ആ സമയത്ത് അരക്കപ്പ് വേവിച്ചെടുത്തിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല. ഇനി ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതൊന്നുകൂടി തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടാറി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ 2 മണിക്കൂറിന് ശേഷം ഇതുപോലെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാല് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിൽ 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആപ്പിള്, നേന്ത്രപ്പഴം, മുന്തിരി, സ്ട്രോബെറി ഇതൊക്കെ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള പുളി ഇല്ലാത്ത ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 15 മിനിറ്റ് കൂടി ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രൂട്ട്സിലൊക്കെ ആ ഒരു മിക്സിൻ്റെ ടേസ്റ്റൊക്കെ നല്ലോണം പിടിച്ചോളും. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ദാഹവും ക്ഷീണമൊക്കെ പമ്പ് കടക്കാൻ ഇത് മാത്രം മതി. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.